അല്പസമയം മുമ്പാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിതന് മുമ്പാകെ രണ്ട് പ്രതികളെയും കൊണ്ട് ഹാജരാക്കിയത്. ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു രണ്ട് പ്രതികളെയും ഹാജരാക്കിയത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, കർണാടകയിലെ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ഈ രണ്ടുപേരെയും ഇപ്പോൾ 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ജനുവരി 1 വരെ ഇപ്പോൾ ജഡ്ജിയുടെ വസതിയിൽ കൊണ്ടുവന്ന് ഏതാണ്ട് 10 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന നടപടികൾ പൂർത്തിയാക്കി പ്രതികളുമായിട്ട് പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും മുരാരി ബാബു ആയാലും N വാസു ആയാലും പത്മകുമാർ ആയാലും ഇവർക്കപ്പുറത്തേക്ക് മുരാരി ബാബുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത രണ്ട് ബന്ധമുള്ള ആളുകൾ കൂടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലാവുകയും ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്ന പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ഗോവർദ്ധനും. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഒരുപക്ഷെ അന്വേഷണ സംഘം SIT കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്കും. 2 ദിവസം, നാളെ ശനിയാഴ്ചയാണ്, അങ്ങനെ 2 ദിവസം കോടതിയിൽ പ്രതികൾ റിമാൻഡ് കഴിയുകയും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് അന്വേഷണവുമായി മുന്നോട്ട് പോകാനായിരിക്കും SIT നിലവിൽ തീരുമാനിക്കുക.